തക്കാളി ചട്നി ഇഡലിക്ക് കൂട്ടാൻ വേണ്ടി മോശമാവാത്ത ദൂരെ പിടിപ്പിച്ചു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതാണ് തക്കാളി ചട്നി. നമ്മൾ 2-3 ദിവസത്തെ യാത്രക്കെല്ലാം ഞാൻ പുറത്തുനിന്ന് അതിനത്ര കഴിക്കൂല. എനിക്കിപ്പോൾ എന്തോ ഒരു ഞെട്ടൂലുണ്ട് കഴിക്കാതെ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കിക്കൊണ്ടുപോകും. മിക്സിയിലടിച്ചു തക്കാളി, എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, കടുക് പൊട്ടിച്ചു, പച്ചമുളക് ഇട്ടു, കടുക് പൊട്ടിച്ചതിൽ കറിവേപ്പില ഇട്ടു. അതിനെ പൊട്ടിത്തീരണം, നല്ലോണം അത് മൂക്കണം. പച്ചമുളകും കറിവേപ്പിലയും കടുക് പൊട്ടിയിട്ടാകുമ്പോൾ മൂത്ത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ടേക്ക് തക്കാളി അരച്ച് ഒഴിക്കും. അപ്പോൾ നല്ല വെള്ളമായിട്ടാണ് ഉണ്ടായത് കേട്ടോ. ഇങ്ങനെ പഴുത്ത നീരില്ല തക്കാളി ആകുമ്പോൾ അങ്ങനെ ഉണ്ടായത്. എന്നിട്ട് അത് നല്ലോണം വെള്ളം ഇതുപോലെ കണ്ടാൽ നല്ല വെള്ളം ഉണ്ടായിന്. അന്നേരം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം അതിലോട്ടേക്ക് ഇത്ര പോര വറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വിനാഗിരി കുറച്ച് ലാസ്റ്റ് ഒഴിച്ച് തിളപ്പിച്ചാൽ കുറച്ച് 1 സ്പൂണ്, എത്ര ദിവസം വെച്ചാലും മോശമാവില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ഇളക്കി ഈ ഒരു പരിഭാവം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ഇതിലോട്ട് ഇടണം. എന്നിട്ടാണ് ഇങ്ങനെ ഇളക്കി ഇത് കുറുകിയ പരിഭാവണം, ഇങ്ങനെ വിട്ട് വരുന്ന പരിഭാവണം. എത്ര ദിവസം വെച്ചാലും മോശമാവില്ല. കറിവേപ്പിലയും പച്ചമുളകെല്ലാം നല്ലോണം എണ്ണയിൽ മൂക്കണേ. അതിൻ്റെ പച്ചപ്പേ ഉണ്ടാകാൻ പാടില്ലേ. നല്ലോണം മൂത്ത് കറിവേപ്പിലെല്ലാം പൊടിയുന്ന പരുവത്തിൽ മൂക്കണം. മുളകും അങ്ങനെ പച്ചക്കളർ മൊത്തം മാറി മൂക്കണം. ചീനച്ചട്ടി വെച്ചു, കടുക് പൊട്ടിച്ചു, പച്ചമുളക് അരിഞ്ഞതിട്ടു, എന്നിട്ട് കറിവേപ്പില ഇട്ടു. അത് 2 മൂത്തതിന് ശേഷം അത് തക്കാളി അരച്ചത് ഒഴിക്കുന്നു. പേസ്റ്റ് പരുവത്തിൽ അരച്ചത് തക്കാളി അത് ഒഴിച്ചിട്ട് ഇതുപോലെ കുറേ സമയം ഇളക്കിയതിന് ശേഷം ഇപ്പം ഇങ്ങനെ പൊട്ടിത്തെറിക്കൽ നിൽക്കണേ. ഇളക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറേ സമയം ഇളക്കിയതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. വേറെ ഒന്നുമില്ല, വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്താൽ നമുക്കിത് ഒരാഴ്ച വരെയെല്ലാം ട്രെയിൻ യാത്രയിൽ ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. നമുക്കെല്ലാം 2-3 ദിവസത്തെ യാത്രയുണ്ടാകുമ്പോൾ ഇഡലീൻ്റെ കൂടെ, വെള്ളക്കാരേൻ്റെ കൂടെ, ഏൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെ എല്ലാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സ്ഥിരമായിട്ട് കഴിക്കാൻ അത്ര വലിയ നല്ല സംഭവങ്ങളൊന്നുമല്ല. എന്താ വെച്ചാൽ തക്കാളി ആയാലും ഒന്നായാലും കുറച്ചൊരു അങ്ങനെ. പിന്നെ ഗരം മസാലയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാട്ടോ. ഞാനൊക്കെ ഇഷ്ടമല്ല. എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഇതാണ് ഇഷ്ടം. ഇപ്പം ഇങ്ങനെ പൊട്ടുന്നതാണെന്നില്ലേ, ഇങ്ങനെ തെറിക്കുന്നുണ്ട് ചെറുങ്ങനെ. ഈ പൊട്ടൽ ഇങ്ങനെ ഈ കുതുകുത ആവൽ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ വിട്ട് വരും. ഇപ്പം വിട്ട് വന്നില്ല, കുറച്ചും കൂടി കഴിയണേ. എന്നിട്ടാണ് തണിഞ്ഞിട്ടാകുമ്പോൾ പാത്രത്തിലാക്കി വെക്കേണ്ടത്. പിന്നെ ഈ ഗ്രേവിയും വേണമെങ്കിൽ നമുക്ക് നല്ല മീൻ മുളീശനിലെല്ലാം ഈ ഗ്രേവി ഉപയോഗിക്കാനെല്ലാം പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പാട് ഗ്രേവി ഉണ്ടാക്കി വെച്ചാൽ ഏതെല്ലോ കറികൾ ഉപയോഗിക്കുക, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് കാര്യം. ഓക്കെ, ആർക്കും എന്തെങ്കിലും സംശയം ചോദിച്ചോ പറഞ്ഞുതരാം. ഓക്കെ, ബൈ.